ഹലോ, അപ്പം നമുക്കിന്നൊരു മീൻ കറി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പം അതിനായിട്ട് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, തക്കാളി എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മീൻ, അയില. അപ്പോൾ ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചു. ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമ്മൾ കുറച്ച് ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തു. എണ്ണ കുറച്ച് കൂടി പോയോ എന്നൊരു സംശയം. എന്നാലും കുഴപ്പമില്ല. അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുത്തു. അത് ചെറുതായിട്ടൊന്ന് വാടിക്കഴിഞ്ഞപ്പം നമ്മൾ വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ചെറിയുള്ളി അരിഞ്ഞു വെച്ചതും ഇട്ട് കൊടുത്തു. ഇത് നന്നായിട്ടൊന്ന് വാടിയതിന് ശേഷം നമ്മൾ പച്ചമുളക് അരിഞ്ഞു വെച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ജീരകം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് വാടുന്നത് വരെ, ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം. സോ ഫസ്റ്റ് മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മല്ലിപ്പൊടി. സോ ഇതൊക്കെ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ചെയ്യാം കേട്ടോ, അല്ലാതെ ഇന്ന അളവെന്നൊന്നുമില്ല. നമ്മൾ ഉണ്ടാക്കുന്ന കറിക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് മസാല എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഈ മസാല ഒന്ന് വാടിക്കഴിഞ്ഞിട്ട് വേണം നമ്മളിതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം കറിക്ക് ആവശ്യത്തിന് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളിയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തത്. ഇനി തക്കാളി ഒന്ന് വേഗം വേവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി മൂടി വെക്കാം ഒരു 5 മിനിറ്റ്. ഇനി നമുക്കിതെടുത്ത് മാറ്റി വെക്കാം. ഇനി വേറൊരു ചട്ടി എടുത്തിട്ട് അതിൽ എണ്ണ ഒഴിക്കാം. കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടിക്കഴിയുമ്പം ചെറിയുള്ളി ഇട്ട് കൊടുത്തു. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക്, ഞാൻ ഒരു പച്ചമുളകേ എടുക്കുന്നുള്ളൂ. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ മസാല ചൂട് പോയതിന് ശേഷം അതിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഇനി അതും ആഡ് ചെയ്ത് കൊടുക്കാം. അത് മസാല എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വെള്ളം അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കഴിഞ്ഞിട്ട് നമ്മൾ മീൻ ഓരോ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം. മീൻ ഇട്ടതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം.